ഞാൻ ദേ റെഡിയായി ക്ലാസ്സും കഴിഞ്ഞ് നേരെ പോകുന്നത് എങ്ങോട്ടാന്നല്ലേ? ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഞാൻ മൂവാറ്റുപുഴ പോവുകയാണ് കേട്ടോ. മൂവാറ്റുപുഴ ചെന്നിട്ട് വേണം എനിക്ക് അടുത്ത ട്രിവാൻഡ്രം ബസ്സിന് വീട്ടിൽ പോകാൻ. അപ്പോൾ ഇത്രയും ദൂരം പോകണം ട്രാവൽ ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് കോട്ടുവാ വന്ന് ക്ഷീണിച്ചിരിക്കുകയാണ് ഞാൻ. പിന്നെ നോമ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ നോമ്പിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മൂവാറ്റുപുഴ എത്തിയിട്ട് ഞാൻ നോമ്പ് മുറിക്കാനുള്ള കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ മേടിച്ചു. എന്നിട്ട് ഞാൻ നേരെ ആദ്യം വന്ന കോട്ടയം ബസ്സിന് കയറി. എൻ്റെ മൈൻഡിൽ കോട്ടയത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ബസ് ഉണ്ടെന്നായിരുന്നു. പക്ഷേ മൂവാറ്റുപുഴ വരെയാണ് ട്രിവാൻഡ്രം ബസ് എല്ലാം വരുന്നതെന്നുള്ളത് ഞാൻ ചിന്തിച്ചില്ല. ഞാൻ ആദ്യം കോട്ടയം ബസ് കയറി കോട്ടയത്ത് ഇറങ്ങി. എന്നിട്ട് വീണ്ടും മൂവാറ്റുപുഴ വഴി വന്ന ട്രിവാൻഡ്രം ബസ്സിൽ കയറിയിരിക്കുന്നു. സൈഡ് സീറ്റൊക്കെ കിട്ടിയതുകൊണ്ട് ആ ഒരു ഇതിൽ ഇരിക്കുക കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ വൊമിറ്റിംഗ് ടെൻഡൻസി വൊമിറ്റ് ചെയ്യാണ്ടിരിക്കാനുള്ള ഗുളിക കഴിച്ചിട്ടാണ് കയറുന്നത്. പക്ഷെ നോമ്പായതുകൊണ്ട് എനിക്കത് കഴിക്കാൻ കഴിഞ്ഞില്ല. എന്തോ ഭാഗ്യത്തിന് പടച്ചോൻ സഹായിച്ച് ഞാൻ വാള് വെച്ചില്ല. എന്തോ ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ആ ബൂസ്റ്റ് കുടിച്ചതിന് ശേഷം തൊട്ട് എനിക്ക് വാള് വെക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. പിന്നെ ഞാൻ എൻ്റെ സ്ഥലത്തെത്തി കേട്ടോ. വാപ്പച്ചി ഇതേ അവിടെ കത്തി അടിച്ചുകൊണ്ട് നിൽക്കുക. ഞങ്ങൾ നേരെ എന്നിട്ട് വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് പോകുമ്പോഴും എൻ്റെ മനസ്സിലെന്താ വയറ് നിറച്ച് ഫുഡ് കഴിക്കണം എന്നുള്ള ആ ഒരൊറ്റ മൈൻഡായിരുന്നു. എന്ന് നേരെ ചെന്നപ്പോഴത്തേക്കും ഉമ്മച്ചി ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി തന്നു. അത് തന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നൈസായിട്ട് അതൊക്കെ ഒന്ന് കുടിച്ചു സെറ്റായിട്ട് എല്ലാവരെയും വർത്താനം പറഞ്ഞിരിക്കുക. നാളെ വെളുപ്പിന് മാമ ഗൾഫിൽ പോകാം കേട്ടോ. അപ്പോൾ വാപ്പച്ചിയുടെ പെങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അവരുടെ കത്തിയടിയൊക്കെ കേട്ട് തന്നെ മാമ ആക്ഷനൊക്കെ ഇട്ട് കത്തി അടിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ കത്തിയടിയൊക്കെ കേട്ട് ഞങ്ങൾ നേരെ അച്ചാറും കാര്യങ്ങളൊക്കെ മാമാക്ക് വേണ്ടി പാക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ പെട്ടി പാക്ക് ചെയ്യണം, അങ്ങനെ കുറേ പരിപാടികൾ. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതെൻ്റെ മാമിയുടെ വീടാട്ടോ. തൊട്ടപ്പുറത്ത് തന്നെയാണ് എൻ്റെ വീട്, ഒരു തോടിൻ്റെ അക്കരെ ഇക്കരെ. അപ്പോൾ ഞാൻ നേരെ രാത്രി ആയപ്പോഴത്തേക്കും ഞാൻ നേരെ എൻ്റെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നിട്ട് ഞാനും ഉമ്മച്ചിയും വാപ്പച്ചിയും കൂടെ ഞാൻ ഹോസ്റ്റലിൽ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു കോഫി ഇട്ട് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.